ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദനൻ. ഇത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് +2 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പറഞ്ഞ ചാപ്റ്റർ നമ്പർ 2 ചില റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 4 മാർക്കാണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഈ 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഡൊമെയിൻ റേഞ്ച്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണെങ്കിൽ അതിന്റെ ഡൊമെയിൻ റേഞ്ച്, പിന്നെ പ്രിൻസിപ്പൽ വാല്യൂസ് എന്താണ്, അതേപോലെ തന്നെ അതിന്റെ ചില പ്രോപ്പർട്ടീസ്, ഐഡന്റിറ്റീസ്, അതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇതിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ഒരു 3 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും, ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മുടെ അതിന്റെ കോൺസെപ്റ്റ്സ് ആദ്യം നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഐഡന്റിറ്റീസ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ ഐഡന്റിറ്റീസ് നോക്കി വെച്ചാൽ തന്നെ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അവിടുന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ചോദ്യം നോക്കാം. അപ്പോൾ if x belongs to closed interval -1 to 1, find sin inverse x plus cos inverse x. ഇപ്പൊ ഇവിടെ പറയുന്നത് ഡൊമെയിൻ ആയിട്ട് തന്നിരിക്കുന്നത് ക്ലോസ് ഇന്റർവൽ -1 to 1. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്താണ്? അപ്പോ ഇവിടെ നോക്കി നോക്കൂ, നമുക്ക് 3 കാര്യങ്ങളാണ് ഇവിടെ ഐഡന്റിറ്റീസ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഏതൊക്കെയാണ്? സൈൻ ഇൻവേഴ്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഈക്വൽ ടു എത്രയാണ്? 90 ഡിഗ്രി, ദാറ്റ് ഈസ് π/2. അതേപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്താണ്? 90 ഡിഗ്രി. സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സും എന്താണ്? 90 ഡിഗ്രി. അപ്പൊ ഈ 3 ഐഡന്റിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ 1 മാർക്ക് സ്കോർ ചെയ്യാം. ബിക്കോസ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്താണ്? ദാറ്റ് ഈസ് 90 ഡിഗ്രി. π/2 90 ഡിഗ്രി ആണെന്ന് മാത്രം എഴുതിയാൽ മതി. ബിക്കോസ് 1 മാർക്ക് ചോദ്യമാണ്. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് എന്ത് ചെയ്യണ്ട, വേണ്ട. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു 1 മാർക്ക് കിട്ടി. ഇനി നെക്സ്റ്റ്, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഞ്ച്, ആ റെസ്ട്രിക്റ്റ് ചെയ്ത റേഞ്ചിന്റെ ഉള്ളിൽ വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ പ്രിൻസിപ്പൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഡൊമെയിൻ റേഞ്ചും ഇതിന്റെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് നമ്മൾ പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -π/2 to π/2 ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത്. അപ്പൊ ഈ പ്രിൻസിപ്പൽ വാല്യൂ എന്തായിരിക്കും? ഇതിന്റെ ഇടയിലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഈ കിട്ടണ ഈ സൈൻ ഇൻവേഴ്സ് 1/2 എന്നുള്ളതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്തിലാണ് ലൈ ചെയ്യണത്? -π/2 to π/2ന്റെ ഇടയിൽ. അപ്പോ നമുക്ക് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്ന ഫംഗ്ഷന് സൈൻ ഇൻവേഴ്സ് 1/2 എന്നാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്ത് കൊടുക്കും? ഒരു y ആണെന്ന് സപ്പോസ് ചെയ്യും. ലെറ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് 1/2 ഈസ് ഈക്വൽ ടു y. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാലോ, 1/2 ഈസ് ഈക്വൽ ടു സൈൻ y എന്ന് എഴുതാലോ അല്ലെ? സൈൻ ഇൻവേഴ്സ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയാൽ അത് സൈൻ y ആയി. ഇനി ഇവിടെ നമ്മൾ ചെക്ക് ചെയ്താൽ മതി, ഈ സൈൻ y ആണ് 1/2. ഇങ്ങനെ എഴുതാം, സൈൻ y ആണ് നമുക്ക് എന്ത് കിട്ടിയത്? 1/2. അപ്പോ ഈ y-ന്റെ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് 1/2 കിട്ടുക? π/6 അല്ലെ? y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? π/6. അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്താണ്? π/6 ആണ്. സൈൻ π/6 ആണല്ലോ 1/2 എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ π/6 എന്ന് പറഞ്ഞാല് 30 ഡിഗ്രിയാണ്. അപ്പൊ ഈ 30 ഡിഗ്രി ഇവിടെ -90 ഡിഗ്രി ടു 90 ഡിഗ്രിയാണ് അല്ലെ? അപ്പൊ ഈ 30 ഡിഗ്രി ഈ റേഞ്ചിന്റെ പ്രിൻസിപ്പൽ വാല്യൂ കിട്ടുമല്ലോ. അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്നതൊക്കെ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂസ് ആണ്. അപ്പൊ പ്രിൻസിപ്പൽ വാല്യൂ എത്ര ഡിഗ്രി ആയി? 30 ഡിഗ്രി ഇതിന്റെ ഇടയിൽ നമുക്ക് കിട്ടി. അപ്പൊ അത് അവിടെ കറക്റ്റ് ആയി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3. നമുക്ക് ഇവിടെ എന്തിന്റെ വാല്യൂ കാണണം? സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3. ഇനി നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് സൈൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആണ്. ബിക്കോസ് സൈൻ ഇൻവേഴ്സ് സൈൻ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ കൂടി എഴുതാം. പക്ഷെ എന്തുണ്ടായിരിക്കണം? ഈ എക്സ് ബിലോങ്സ് ടു എന്തായിരിക്കണം? അവിടെ ആ റെസ്ട്രിക്റ്റഡ് വാല്യൂസ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്? -π/2 to π/2 ആണെങ്കിൽ മാത്രമേ സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ചിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ എന്തുണ്ടായിരിക്കണം?
ആ ഒരു വാല്യൂസ് അവിടെ ഉണ്ടായി, ആ ഇതിന്റെ ഇടയിലുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എക്സ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഇത് രണ്ടും സൈൻ ഇൻവേഴ്സ് സൈൻ കട്ട് ചെയ്ത് 2π/3 എഴുതാൻ പറ്റില്ല. ബിക്കോസ് 2 ഇൻറ്റു പൈന്റെ വാല്യൂ 180 ഡിവൈഡഡ് ബൈ 2. ഇവിടെ എത്ര നമുക്ക് വാല്യൂ കിട്ടുക? 2 ഇൻറ്റു 180 3 ആണ്, ഡിവൈഡഡ് ബൈ 3. അപ്പൊ 3 60 120 ഡിഗ്രിയാണ്. ഈ 120 ഡിഗ്രി നോക്കി നോക്കൂ, ഇവിടെ ഇതിന്റെ അപ്പുറമാണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂവിന്റെ അപ്പുറം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, 120 ഇത് പോവാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനൊന്ന് സ്ലൈറ്റ് ചേഞ്ച് ചെയ്യും. അപ്പോ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 നമ്മൾ മാറ്റിയിട്ട് π മൈനസ് π/3 എന്ന് എഴുതും. കാരണം നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് സൈൻ π മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. കാരണം ഈ ഒരു π മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ക്വാഡ്രന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 0, ഇത് π/2, ഇത് π ആണ്. അപ്പൊ π മൈനസ് സംതിങ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, അക്കോർഡിംഗ് ടു ദിസ് റിസൾട്ട് നമുക്ക് ഇവിടെ എഴുതാം സൈൻ ഇൻവേഴ്സ് സൈൻ π/3 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈന് പോയി π/3. π/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 60 ഡിഗ്രിയാണ്. ആ 60 ഡിഗ്രി നമ്മുടെ റേഞ്ചിൽ ഉണ്ടല്ലോ, ഉണ്ട്. ഓക്കെ, അപ്പോ അതാ π/3 ആണ് അതിന്റെ വാല്യൂ. ഇനി നെക്സ്റ്റ് tan ഇൻവേഴ്സ് 2 cos 2 sin ഇൻവേഴ്സ് 1/2. എന്താണ് tan ഇൻവേഴ്സ്? ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. 2 cos, അപ്പൊ ഓരോന്നപ്പോ ബ്രാക്കറ്റ്, ആദ്യം ഉള്ളിലെ ബ്രാക്കറ്റ് ഇത് സോൾവ് ചെയ്യുക, ദെൻ ഇത് സോൾവ് ചെയ്യുക, പിന്നെ മതി ഇതിന്റെ വാല്യൂ കാണുക. അപ്പൊ 2 ഇവിടെ 2. ഇനി സൈൻ ഇൻവേഴ്സ് 1/2 ഇപ്പൊ നമ്മൾ കണ്ടിട്ടേ ഇതിന്റെ മുന്നേ അല്ലെ, സൈൻ ഇൻവേഴ്സ് 1/2ന്റെ വാല്യൂ നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടി. ഇവിടെ നോക്കി നോക്കൂ, ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് 1/2ന്റെ വാല്യൂ എത്രയാണ്, π/6 ആണ്. അപ്പൊ നമുക്ക് ഇനി വീണ്ടും അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ എഴുതാണ്, ഡയറക്റ്റ് എന്ത് എഴുതും, ഇൻറ്റു π/6 എന്ന് എഴുതി. ഓക്കെ, അപ്പോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, tan ഇൻവേഴ്സ് 2 cos ക്യാൻസലായി π/3 എന്ന് കിട്ടി. ഓക്കെ, ഇനി tan ഇൻവേഴ്സ് 2 cos π/3, cos π/3ന്റെ വാല്യൂ എന്താണ്, 1/2. 2 ക്യാൻസൽ 1 ആയി. ഇനി tan ഇൻവേഴ്സ് 1, ഈ 1 എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ tan π/4 എന്ന് എഴുതാലോ, ബിക്കോസ് tan π/4ന്റെ വാല്യൂ എന്താണ്, 1 ആണ്. സോ tan ഇൻവേഴ്സ് tan കട്ടായി പോയി, എത്രയാണ് വാല്യൂ കിട്ടുന്നത്, π/4. അപ്പൊ അതിന്റെ സിംപ്ലിഫൈ ചെയ്തതിന്റെ വാല്യൂ എന്താണ്, π/4. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, tan ഇൻവേഴ്സ് 2/11 പ്ലസ് tan ഇൻവേഴ്സ് 7/24 ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 1/2. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് പ്രൂവ് ചെയ്താൽ മതി. ഇനി ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് tan ഇൻവേഴ്സ് എക്സ്, ഈ ഐഡന്റിറ്റി ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. അപ്പൊ ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോ ഇവിടെ എന്ത് ചെയ്താൽ മതി, tan ഇൻവേഴ്സ് പ്ലസ്, അപ്പൊ ഈ എക്സിന്റെ പകരം നമ്മൾ 2/11 കൊടുക്കുക, വൈന്റെ പകരം 7/24 കൊടുക്കുക. അപ്പോ ഇവിടെ എന്ത് കിട്ടും, ഈക്വൽ ടു tan ഇൻവേഴ്സ് എന്തായി 2/11 പ്ലസ് 7/24 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2/11 ഇൻറ്റു 7/24 ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത tan ഇൻവേഴ്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 × 24 48 പ്ലസ് 77 ഡിവൈഡഡ് ബൈ 11 × 24 4 4 2 2 264 കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് 264 എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 14 ഡിവൈഡഡ് ബൈ 264. അപ്പൊ ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത tan ഇൻവേഴ്സ്
രണ്ടും കൂടി ആഡ് ചെയ്താല് 15, 125 ഡിവൈഡഡ് ബൈ 264 ഡിവൈഡഡ് ബൈ 264 മൈനസ് 14 ഡിവൈഡഡ് ബൈ 264. 264 കട്ടായി പോയി. tan ഇൻവേഴ്സ് 125 ഡിവൈഡഡ് ബൈ 0.5250. അപ്പോൾ ഈക്വൽ ടു എന്ത് കിട്ടും? tan ഇൻവേഴ്സ് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? tan ഇൻവേഴ്സ് 1/2. അപ്പൊ നമ്മൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടി. ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യാനുള്ളതാണ്. അപ്പൊ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ പ്രൂവ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒന്നേ ഉണ്ടാവാറുള്ളൂ. കാരണം 4 മാർക്കാണ് ആകെ ടോട്ടൽ വെയിറ്റേജ് ഈ ചാപ്റ്ററിന്റെ. അപ്പൊ ഇവിടെ tan ഇൻവേഴ്സ് √1 + x² - 1 ഹോൾ ഡിവൈഡഡ് ബൈ x. അപ്പൊ ഇവിടെ tan ഇൻവേഴ്സ് ഉള്ളതുകൊണ്ട് എന്തായാലും നമുക്ക് ആ ബ്രാക്കറ്റിൽ ഒരു ടാനും കൂടി വന്നു കഴിഞ്ഞാൽ tan ഇൻവേഴ്സ് tan നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോ അതിന് നമുക്ക് എക്സിന് ഏത് വാല്യൂ കൊടുക്കാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ലെറ്റ് എക്സ് ഈക്വൽ ടു tan തീറ്റ കൊടുക്കാം. tan തീറ്റ കൊടുത്താല് tan ഇൻവേഴ്സ് √1 + tan സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ tan തീറ്റ -1 എന്ന് കിട്ടും. ഓക്കെ, tan ഇൻവേഴ്സ് 1 + tan സ്ക്വയർ തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഒരു ഐഡന്റിറ്റി. sec സ്ക്വയർ തീറ്റ മൈനസ് tan സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. അപ്പൊ 1 + tan സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് sec സ്ക്വയർ തീറ്റ എന്ന് എഴുതാലോ. √sec സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ tan തീറ്റ -1 കിട്ടി. ഓക്കെ, ഇനി tan ഇൻവേഴ്സ് ഇവിടെ റൂട്ട് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, രണ്ടും കൂടി ക്യാൻസൽ ആയാൽ sec തീറ്റ കിട്ടുമല്ലോ. sec തീറ്റ -1 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? tan തീറ്റ. ഇനി ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത tan ഇൻവേഴ്സ് sec തീറ്റ എന്ന് പറഞ്ഞാൽ 1/cos തീറ്റ ആണ്, ഡിവൈഡഡ് ബൈ sin തീറ്റ ബൈ cos തീറ്റ. ഇവിടെ ഒരു -1 ഉണ്ട്. ഇനി tan ഇൻവേഴ്സ് ഇതിനെ സിംപ്ലിഫൈ ചെയ്താല് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 - cos തീറ്റ ഡിവൈഡഡ് ബൈ cos തീറ്റ ഡിവൈഡഡ് ബൈ sin തീറ്റ ബൈ cos തീറ്റ. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ cos തീറ്റ ക്യാൻസൽ ആയി. നമുക്ക് ഇവിടെ എന്ത് കിട്ടും? tan ഇൻവേഴ്സ് 1 - cos തീറ്റ ഡിവൈഡഡ് ബൈ sin തീറ്റ. ഇങ്ങനെ കിട്ടിയാൽ നമ്മുടെ ആൻസർ ആയില്ല. ബിക്കോസ് ഈ ബ്രാക്കറ്റ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം? ടാനിലേക്ക് കൺവേർട്ട് ചെയ്യണം, റൈറ്റ്? അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റിസൾട്ട് വേറെ പഠിച്ചിട്ടുണ്ട്. 1 - cos 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 sin സ്ക്വയർ തീറ്റ എന്നുള്ള റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കണം 1 - cos 2 തീറ്റ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2 തീറ്റ 2 ആംഗിൾ ഉണ്ടാവുമ്പോൾ ഇവിടെ 1 ആംഗിൾ ആയി മാറി. കണ്ടോ? 2 cos sin സ്ക്വയർ തീറ്റ ഇവിടെ 2 ആംഗിൾ ആണെങ്കിൽ ഇവിടെ 1 ആംഗിൾ ആയി. സിമിലർലി ഇവിടെ tan ഇൻവേഴ്സ് 1 - cos 2 തീറ്റ ആയിരുന്നു. 2 തീറ്റ ആകുമ്പോൾ നമ്മൾ അതിനെ ഹാഫ് ആംഗിൾ ആക്കി മാറ്റി. ഇവിടെ cos ഒരു തീറ്റ ഉള്ളൂ, അപ്പൊ ഹാഫ് ആംഗിൾ മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 sin സ്ക്വയർ തീറ്റ ബൈ 2 അല്ലെ. 2 തീറ്റ ഉള്ളത് ഒരു തീറ്റയായി, ഒരു തീറ്റ ഉള്ളത് ഹാഫ് തീറ്റയായി. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇനി ഒരു റിസൾട്ടും കൂടി. ഈ റിസൾട്ട് ഇപ്പൊ ഏതാണ് ഇവിടെ യൂസ് ചെയ്യാം? സൈൻ തീറ്റ. അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് sin 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 sin തീറ്റ cos തീറ്റ. ഈ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഇത് 2 തീറ്റ ആവുമ്പോ 1 ആംഗിൾ ആണ് വന്നത്, റൈറ്റ്? അപ്പോ ഇവിടെ ഇതേപോലെ തന്നെ എന്തായിരിക്കും? 1 ആംഗിൾ ആണെങ്കിൽ ഹാഫ് ആംഗിൾ വരും. ദാറ്റ് ഈസ് 2 sin തീറ്റ ബൈ 2 cos തീറ്റ ബൈ 2 വരും. അപ്പൊ അങ്ങനെ 2 ക്യാൻസൽ, സൈൻ തീറ്റ ഇത് ക്യാൻസൽ, ഒരു സൈൻ തീറ്റ ക്യാൻസൽ ആയി, ഈക്വൽ ടു tan ഇൻവേഴ്സ് ഇവിടെ എന്തുണ്ടാവും? സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ cos തീറ്റ ബൈ 2 ആയി. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വന്നു? tan ഇൻവേഴ്സ് tan തീറ്റ ബൈ 2 എന്ന് കിട്ടി.
അപ്പൊ ടാൻ ഇൻവേഴ്സ് ടാന് ക്യാൻസൽ ആയി തീറ്റ ബൈ 2 എന്ന് കിട്ടി. കഴിഞ്ഞിട്ടില്ല. തീറ്റ ബൈ 2 അല്ല നമ്മുടെ ലാസ്റ്റ് ആൻസർ. ബിക്കോസ് നമ്മൾ ഇവിടെ സപ്പോസ് ചെയ്തിരിക്കുന്നത് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നാണ്. സോ ഇവിടുന്ന് തീറ്റ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാലോ. അപ്പൊ ഈ തീറ്റയുടെ വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കണം. ദാറ്റ് ഈസ് 1/2. തീറ്റയുടെ വാല്യൂ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇതാണ് അതിന്റെ സിംപ്ലിഫൈഡ് വാല്യൂ. അപ്പൊ ആ ഒരു നമ്മൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ വാല്യൂ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ സിംപ്ലിഫിക്കേഷൻ കിട്ടും. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. പക്ഷെ നിങ്ങൾ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കുക. പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി വൃത്തിയിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 4 മാർക്കേ ഉള്ളൂ. ഈ 4 മാർക്ക് സ്കോർ ചെയ്യാൻ സിമ്പിൾ ആണ്. ഇത്രയും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. താങ്ക് യു.